അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ 2 പ്രൊഡക്ട്സുകളുണ്ട്. ഒന്ന് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, അശ്വിനോട് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, മലയാളികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും പൊട്ടന്മാരെ ഞാൻ പറയാൻ കണ്ടിട്ടില്ല. അതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവർ ആ പൈസ ഇടുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാർജ് ക്യാപ് സ്റ്റോക്ക് ആയതുകൊണ്ട് ആ 10,000 രൂപ ഇന്ത്യയിലെ ടോപ്പ് 100 കമ്പനിയിൽ ഒരു 10-20 കമ്പനി ഇൻവെസ്റ്റ് ചെയ്യും. ആ കമ്പനിക്ക് ലാഭം കിട്ടിയ ആ കമ്പനി താഴെ പോയാൽ താഴെ പോകും. എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും പെട്ടെന്ന് ക്വിക്ക് മണി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ല, എവിടെയും വേൾഡിലേ ഇല്ല. പിന്നെ ലോട്ടറിയേ ഉള്ളൂ. പക്ഷെ എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ആൾക്കാർക്കൊരു അപ്രോച്ച് ചെയ്യാനൊരു പേടിയെന്ന് വെച്ചാൽ എനിക്ക് ഇതിലേക്ക് പോയാൽ നഷ്ടം ഉണ്ടാവുമോ, ചിലർക്ക് മേ ബി ചിലപ്പം ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് ഒരു റിട്ടേൺ കിട്ടണം, വെയിറ്റ് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടാവില്ല. എല്ലാവർക്കും ചിലർ ചിന്തിക്കുന്ന ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ പറഞ്ഞത്. കാരണം മ്യൂച്വൽ ഫണ്ട് ഇട്ടാൽ കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഫണ്ട് കിട്ടൂ, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. ഇല്ല, മ്യൂച്വൽ ഫണ്ട്സ് എന്നല്ല, എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും പെട്ടെന്ന് ക്വിക്ക് മണി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ല, എവിടെയും വേൾഡിലേ ഇല്ല. പിന്നെ ലോട്ടറിയേ ഉള്ളൂ. ആ ലോട്ടറി എന്ന് പറയുമ്പം കേരള ലോട്ടറി ഉണ്ട്. 40 ലക്ഷം 50 ലക്ഷം ലോട്ടറി അടിച്ച് ഒരാൾക്കല്ലേ കിട്ടുള്ളൂ ഫസ്റ്റ് പ്രൈസ്. ഇതിൽ ക്വിക്ക് മണി ഇല്ല. ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 10 to 12 to 15% കിട്ടിയിരിക്കണം. എപ്പോൾ കിട്ടും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അത് അത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിന് നിങ്ങളുള്ള പൈസ മുഴുവൻ കൊണ്ടുപോയി മ്യൂച്വൽ ഫണ്ട്സിലല്ല ഇടുന്നത്, അതിനൊരു പെർസെൻറ്റേജ് അല്ലേ ഇടുന്നുള്ളൂ. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ 2 പ്രൊഡക്ട്സുകളുണ്ട്. ഒന്ന് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, അശ്വിനോട് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, മലയാളികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും പൊട്ടന്മാരെ ഞാൻ പറയാൻ കണ്ടിട്ടില്ല. മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിൽ പോലും 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഒന്ന് ഇക്വിറ്റി, ഒന്ന് ഡെറ്റ്. എല്ലാവരും കേരളത്തിൽ 99% ആളുകളും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റിയിലാണ്. ഇനി ഇന്ത്യയിൽ 50-50 ആണ്. 50% ഡെറ്റും 50% ഇക്വിറ്റിയാണ്. അതുകൊണ്ട് ഓൾ ഇന്ത്യ എടുത്ത് നോക്കാമെങ്കിൽ. പക്ഷെ മലയാളികൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരായതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയല്ല. ഞങ്ങളുടെയൊക്കെ പോർട്ട്ഫോളിയോയിൽ ഞങ്ങളുടെ ഏത് ക്ലയൻറ്റ് വന്നാലും ഓൾമോസ്റ്റ് 50-50ആണ്. അതായത് 50% ഓൾമോസ്റ്റ് സേഫ് റിട്ടേൺ കിട്ടുന്ന സാധനവും 50% റിസ്ക് റിലേറ്റഡ് റിട്ടേൺ കിട്ടുന്നത്. കാരണം ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അശ്വിൻ കണ്ടു കാണും, കഴിഞ്ഞ 1 മാസമായിട്ട് യുദ്ധം തുടങ്ങി, റിട്ടേൺ ഇങ്ങനെ എല്ലാ ദിവസവും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് പറയാം, അശ്വിൻ 1 മാസം മുമ്പ് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ ഏകദേശം 80,000 രൂപയുള്ളൂ. കുറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടിട്ട് അശ്വിൻ്റെ ടെൻഷൻ തുറന്നു നോക്കി. ഇവൻ അശ്വിൻ ഇട്ട എമൗണ്ട് 1 lakhന് മേളിൽ 10 lakhs ആയിരുന്നെങ്കിൽ 2 lakhs പോയി. പേടിച്ചിട്ട് അന്നേരം ഇറങ്ങി ഓടും. അങ്ങനെ ഓടാനുള്ള പ്രൊഡക്റ്റ് അല്ലത്. അതൊരു ലോങ് ടൈം എന്ന് പറയുന്നത് 7 to 10 years ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. ഈസി. ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മളൊരു 100 രൂപ അശ്വിൻ്റെ നിന്ന് വാങ്ങിച്ച്, ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ഏറ്റവും ബ്രാൻഡഡ് ആയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസോസിയേറ്റ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് കമ്പനി. അശ്വിൻ എന്നോട് പറയുകയാണ്, എനിക്കൊരു 10,000 രൂപ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ 1000 രൂപ SIP ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അശ്വിനോട് പറയുകയാണ് ഇന്ന പ്രൊഡക്റ്റുകളുണ്ട്. അശ്വിൻ സെലക്ട് ചെയ്തിട്ട് പറയുകയാണ്, ഓക്കെ എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ട് ലാർജ് ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അശ്വിൻ തീരുമാനിച്ചു. അശ്വിൻ അത് മനസ്സിലാക്കണം. ആ പൈസ അശ്വിൻ എനിക്കെന്നാൽ ഞാൻ എടുത്തോണ്ട് വീട്ടിൽ പോകല്ലോ. ഞാനത് മേടിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ പോയി ആ സ്കീമിലാണ് പോകുന്നത്. അവരെവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവർ ആ പൈസ ഇടുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാർജ് ക്യാപ് സ്റ്റോക്ക് ആയതുകൊണ്ട് ആ 10,000 രൂപ ഇന്ത്യയിലെ ടോപ്പ് 100 കമ്പനിയിൽ ഒരു 10-20 കമ്പനി ഇൻവെസ്റ്റ് ചെയ്യും. ആ കമ്പനിക്ക് ലാഭം കിട്ടിയാൽ ആ കമ്പനി താഴെ പോയാൽ താഴെ പോകും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് മനസ്സിലാക്കി. അശ്വിൻ ഇപ്പോൾ ഈ ഏജ് ഉണ്ടല്ലോ, ഈ ഇന്ത്യയിലെ ടോപ്പ് 100 കമ്പനീസ് പൊട്ടിപ്പോകും. സാധ്യതയില്ലല്ലോ. അങ്ങനെ പൊട്ടിപ്പോ ഇന്ത്യ ഉണ്ടോ? ഇല്ല, അതിനെ സമ്മതിക്കില്ലല്ലോ. അല്ല, അങ്ങനെ പൊട്ടത്തില്ലല്ലോ. നിങ്ങളിപ്പോൾ എടുത്തു നോക്കിയോ, ടാറ്റ, ബിർള, മഹീന്ദ്ര, SBI, HDFC, ICICI, ഇവരെല്ലാം നിങ്ങൾ എടുത്തു നോക്കൂ. ഇവരാരും പൊട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെന്റ് എന്ന് പറയുന്ന സിസ്റ്റമാണ്. അല്ല, ഇവരെല്ലാം കൂടിയാണല്ലോ ഇന്ത്യ റൺ ചെയ്യുന്നത്. ഗവൺമെന്റ് എന്ന് പറഞ്ഞ സിസ്റ്റം മാത്രമേ ഉള്ളൂ. ഗവൺമെന്റ് അല്ല ബിസിനസ് നടത്തുന്നത്. ഗവൺമെന്റ് ഒരിക്കലും ഒരു ബിസിനസ് നടത്തുന്നില്ല. ബിസിനസ് നടത്തുന്നത് പബ്ലിക്, പ്രൈവറ്റാ. ഗവൺമെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കും. അതിന് കുറച്ച് നിയമങ്ങളും കാലങ്ങളും വെക്കും. ഇപ്പൊ RBI ബാങ്കിന്റെ നിയന്ത്രണം ചെയ്യുന്നത് RBI ആണ്. പെൻഷൻ ഇൻഷുറൻസ് PFRD ആണ്. IRD ഉണ്ട്. ഇങ്ങനെയുള്ള റെഗുലേറ്ററി ബോഡീസ് പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഒരു ഗവേണിംഗ് ബോഡി പോലെ. ലോകത്ത് ഒരു കമ്പനിയും ഇങ്ങനെ ഓടിക്കുന്നത്. ചില കമ്പനികളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരും, എന്നിട്ട് അവർ തന്നെ സെൽ ഓഫ് ചെയ്യും. അപ്പൊ അതാ പറയുന്നത്, മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ
മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ എവിടെയോ റിട്ടേൺ. ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ റിട്ടേൺ കണ്ടിട്ട് അതിൻ്റെ പുറകെ ഓടുക ആളുകൾ. ഇപ്പോൾ കഴിഞ്ഞ മാസം ഓടിയവർക്കെല്ലാം പണി കിട്ടി. സിൽവറിൽ ഓടി, ഇപ്പോൾ സിൽവർ ആണ് 30% ഡൗൺ ആണ്.